നിന്നെ പരിഗണിക്കൂ. ചേടാ, മനുഷ്യന്റെ ഒരു മാറ്റങ്ങളെ. കുറച്ചു കാലം മുമ്പ് വരെ പാവം ഗൗരി ചേച്ചിയെ. മതി മതി, പഴയ കാര്യങ്ങളൊന്നും ഇനി പറയണ്ട. അല്ല, ഇവള് പറയട്ടെ. മുമ്പ് ഗൗരിയെ ഞാൻ വിഷമിപ്പിച്ചു, അതല്ലേ പറയാൻ പോകുന്നത്. ഏതു മനുഷ്യർക്കും ഓരോ സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. അത് വലിയ ആനക്കാര്യമൊന്നുമല്ല. ദേഷ്യം വന്നാലേ ഇനി ഞാൻ ചിലപ്പോ വഴക്ക് പറയും. നമ്മളെ പായസം തിരുമേനി വന്നത് പ്രമാണിച്ച് വെച്ചതാ. അവിടെ എല്ലാം കഴിഞ്ഞു അമ്മേ? തിരുമേനി പോയോ? തിരുമേനി പോയി, പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ലടാ. എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂന്നാ എനിക്ക് തോന്നുന്നത്. അമ്മ എന്തോ അർത്ഥം വെച്ച് പറയും പോലെ ആണല്ലോ. എന്താ അമ്മേ കാര്യം? ഒരുപാട് പറയാനുണ്ട്, ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. ഇപ്പതേ പായസം തരാൻ വേണ്ടി വന്നതാ. ഞാൻ പോട്ടെ. അമ്മേ, ബ്രഹ്മദത്തൻ തിരുമേനി എന്താ പറഞ്ഞത്? അതൊന്ന് പറഞ്ഞിട്ട് പോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവികമ്മളുടെ ജാതകത്തിലെ ഒരുപാട് ദോഷങ്ങളുണ്ടത്രേ. ദേവികമ്മളും നന്ദമോനും ഒരിക്കലും ചേരാൻ പാടില്ലായിരുന്നു. ഇനി കുറച്ച് ദിവസത്തേക്ക് അവര് പിരിഞ്ഞു താമസിക്കുന്ന പോലെ ആ വീട്ടിൽ കഴിയണോന്നു. ഒരുപാട് വ്രതങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, എന്തായി കേൾക്കുന്നെ? വിധിയെ തടയാൻ പറ്റില്ലല്ലോ മോളെ. നന്ദൻ ഇതിനൊക്കെ സമ്മതിച്ചോ അമ്മേ? നന്ദമോൻ അങ്ങനെ അങ്ങ് സമ്മതിച്ചിട്ടില്ല. പക്ഷെ ദേവികമോൾ ഉറച്ചു നിൽക്കുക, തിരുമേനി പറഞ്ഞതുപോലെ ഒക്കെ ചെയ്യാന്ന്. കല്യാണം കഴിഞ്ഞ് ഇത്രയായി, ഇനിയാണോ നാളും പൊരുത്തവും ജാതകവും ഒക്കെ നോക്കുന്നത്? ഇങ്ങനൊരു കാര്യം നോക്കാൻ ഒരിക്കലും സമ്മതിക്കരുതായിരുന്നു. നമുക്കിത് പറയാം. ഇവിടെ അത്യാവശ്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവല്ലേ. വീട്ടിൽ ഓരോ കുഴപ്പങ്ങൾ വന്നു തുടങ്ങിയാ പിന്നെ നമ്മൾ ഇതുപോലെയൊക്കെ ജാതകവും സമയവും ഗ്രഹനിലയും ഒക്കെ നോക്കി പോകും. ബ്രഹ്മദത്തൻ തിരുമേനി മനഃപൂർവ്വമായിട്ട് പറഞ്ഞു പേടിപ്പിച്ചതാ. ഗുരുത്വദോഷം പറയാതെടാ. തിരുമേനി ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടാ പോയത്. വളരെ നല്ലൊരു മനുഷ്യൻ അങ്ങേര്. അല്ല, ആന്റി എന്താ പറയുന്നേ? പ്രഭക്കുഞ്ഞ് ആകെ പേടിച്ചിരിക്കുക. നന്ദുമോന്റെ ജീവന് തന്നെ ആപത്ത് വന്നേക്കുമെന്ന് ജാതകത്തെ കണ്ടു. ആകെ തകർന്നിരിക്കുക പ്രഭക്കുഞ്ഞ്. പ്രഭ ആന്റി തകരാനോ? ആന്റിക്ക് ഉള്ളില് സന്തോഷമായിരിക്കും. ഞാനവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞേനെ, ഞാനും ഗൗരിയും ജാതകം നോക്കാതെയാണ് കല്യാണം കഴിച്ചതെന്ന്. ഞങ്ങളുടെ ജാതകത്തില് എന്തൊക്കെയാ കുഴപ്പങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാ കഴിയുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞേനെ. എന്തായാലും ഞാൻ നന്ദനെ ഒന്ന് കാണുന്നുണ്ട്. നോക്ക്, നീ ദേഷ്യമൊന്നും കാണിക്കരുത്. ആശ്വസിപ്പിക്കേണ്ട സമയ ഇത്. എന്തായാലും ഞാനൊന്ന് വിളിക്കട്ടെ. ഞാൻ പോട്ടെ, സമയായി. അമ്മേ, അമ്മ ഓട്ടോ കയറ്, ഞാൻ അമ്മ അവിടെ ആക്കാം. പോയിട്ട് വരാം. പാവം ദേവികേച്ചിയുടെയും നന്ദേട്ടന്റെ കാര്യം കഷ്ടമാണല്ലോ.